നിരൂപണത്തിന്റെ പ്രസക്തി അതിനെക്കുറിച്ച് കൂടി സമയപരിമിതിക്കിടയിൽ നിന്നുകൊണ്ട് ഞാൻ പറയാം. സിനിമാ നിരൂപണം എന്ന് പറയുന്നത് രണ്ട് തരത്തിൽ അതിനെ സമീപിക്കാം. ഒന്ന്, മുഖ്യധാരാ സിനിമയുടെ, കൊമേഴ്ഷ്യൽ സിനിമയുടെ അതിന്റെ നിരൂപണം. മറ്റൊന്നുള്ളത് വളരെ ഓഫ് ബീറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ മൂല്യവത്തായിട്ടുള്ള കലാപരമായിട്ടുള്ള ആർട്ട് സിനിമയുടെയോ സമാന്തര സിനിമയുടെയോ നിരൂപണം എന്ന് പറയുന്നത്. ഇത് മുൻപ് പലരും പറഞ്ഞതുപോലെ കോഴിക്കോടനും സിനിക്കും നാദിർഷായും ഒക്കെ നിർവഹിച്ചിട്ടുള്ളതാണ് മുൻകാലങ്ങളിലെ ഈ കൊമേഴ്ഷ്യൽ സിനിമയുടെ നിരൂപണം. അതിപ്പോൾ ഏതാണ്ട് അന്യം നിന്ന് കഴിഞ്ഞു. സിനിമാ നിരൂപണം, അത്തരത്തിലുള്ള സിനിമാ നിരൂപണം അന്യം നിന്ന് കഴിഞ്ഞു. മറ്റൊരു വഴിക്കൂടെ ഇതിനുശേഷം തോമസ് മാഷും വിജയകൃഷ്ണൻ ചേട്ടനും ഒക്കെ ചെയ്തിട്ടുള്ള നിരൂപണം, അത് പിന്നീട് ഐ ഷൺമുഖദാസും തുടർന്ന് CS വെങ്കടേശ്വരനും PS പ്രദീപും A ചന്ദ്രശേഖരും പോലെയുള്ള നിരവധി പുതിയ കാലത്തെ എഴുത്തുകാര് അവരുടേതായ രീതികളിൽ, വളരെ വ്യത്യസ്തമായ രീതികളിൽ ആ സിനിമാ നിരൂപണം, ഈ മൂല്യവത്തായിട്ടുള്ള ആർട്ട് സിനിമയുടെ, സമാന്തര സിനിമയുടെ നിരൂപണം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതിനുള്ള ഈ മുഖ്യധാരാ സിനിമയുടെ നിരൂപണം, കൊമേഴ്ഷ്യൽ സിനിമയുടെ നിരൂപണം, അത് ഞാൻ പറഞ്ഞ പാടെ അന്യം നിന്ന് കഴിഞ്ഞു. അത് പക്ഷേ മറ്റൊരു രീതി പുതിയ കാലത്ത് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. പക്ഷേ സാഹിത്യത്തിൽ ഒരുവിധം നിരൂപണം എന്ന് പറയുന്നത് ഏതാണ്ട് ഡെഡായി കഴിഞ്ഞു, മൃതമായി കഴിഞ്ഞു എന്നുള്ള മലയാള സാഹിത്യത്തിൽ. ലോക സാഹിത്യത്തിൽ അങ്ങനെയല്ല. മലയാള സാഹിത്യത്തിൽ, ഇവിടെ ഈ സാഹിത്യത്തിൽ മൂല്യവത്തായിട്ടുള്ള നിരൂപണം എങ്ങനെ അതിനെ കൊന്നുകളഞ്ഞു ഇവിടുത്തെ പ്രസാധകരും ഇവിടുത്തെ പലതരത്തിലുള്ള മാഫിയകളും ചേർന്ന് കൊന്നുകളഞ്ഞു എന്നുള്ളതിന് തത്തുല്യമായ രീതിയിൽ സിനിമാ നിരൂപണത്തെ, ആ രീതിയിലുള്ള പഴയ കാലത്തുണ്ടായിരുന്ന മൂല്യവത്തായ സിനിമാ നിരൂപണത്തെ കൊല്ലുകയും, സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ചന്ദ്രശേഖരൊക്കെ പറഞ്ഞു വെച്ചതുപോലെ യാതൊരു സിനിമാ സാക്ഷരതയും ഇല്ലാത്ത കുറെ വികൃത നാമങ്ങൾ അവരല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള അത്തരത്തിലുള്ള ഒരു സുബോധമില്ലാത്ത ഒരു പറ്റം സിനിമാ സാക്ഷരതയില്ലാത്ത ഒരു പറ്റം ആൾക്കാര് അയച്ചുവിടുന്ന കുറെ കോലാഹലങ്ങൾ, നിരൂപണങ്ങൾ എന്ന പേരിൽ, അതിനെ നിരൂപണം എന്ന് വിളിക്കാനേ പാടില്ല, പേര് തന്നെ ഞാൻ ചില പേരുകൾ പറയാം. ആറാട്ടണ്ണൻ, അശ്വന്ത് കോക്ക്, ഇങ്ങനെയൊക്കെയുള്ള ചില ഞാൻ പറഞ്ഞു വിചിത്ര നാമധാരികൾ. ഇവരുടെ നിരൂപണം എന്ന് പറഞ്ഞാൽ സിനിമ എന്തെന്നറിയാത്ത, ഇത് ഒറ്റത്തവണ കേട്ടാൽ അറിയാം, സിനിമ എന്തെന്നറിയാത്ത, ലോക സിനിമ എന്തെന്നറിയാത്ത വിഡ്ഢികളായ ഇത്തരം കുറെ ഈ നിരൂപക വേഷധാരികൾ അവർ നടത്തുന്ന നിരൂപണങ്ങൾ, അതിൽ സിനിമയായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പൊ അത് കൊമേഴ്ഷ്യൽ സിനിമ അല്ലെങ്കിൽ മുഖ്യധാരാ സിനിമ ഇവരാണ് ഇപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പ്രേക്ഷകർ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഇതിനെ കുറെ ഈ ഇതിന് കുറെ കൊറിയൻ സിനിമകൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ലോക സിനിമകൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ അതൊക്കെ അവർ കാണുന്നത് വളരെ ശകലീകൃതമായ രീതിയിൽ, വളരെ അതിനെ ഒരു ഏറ്റവും അതിന്റെ എന്താ പറയുക സിനിമയുടെ സാകല്യാവസ്ഥയൊന്നും കാണാതെ ഇത്തരത്തിൽ ഈ ചില സാങ്കേതിക ഘടകങ്ങൾ മാത്രം വെച്ചുകൊണ്ട് സിനിമയുടെ ഉള്ള് അറിയാതെ അവരെന്തൊക്കെയോ കാണുന്നു, അവരതിന്റെ പേരിൽ അഭിപ്രായങ്ങൾ പടച്ചു വിടുന്നു. അപ്പോ ഇവിടുത്തെ നമ്മുടെ മുഖ്യധാര സിനിമകൾ, ഇപ്പം അടൂർ സാറിനെ പോലെ വലിയൊരു പ്രതിഭ, മലയാളത്തിന്റെ ഒരു പ്രതിഭ, വിഹായസിൽ എത്തി നിൽക്കുന്ന പ്രതിഭയുടെ സിനിമകളൊക്കെ അവരെ സംബന്ധിച്ച് അജ്ഞാതമാണ്. അങ്ങനെയുള്ള ഈ പുതിയ തലമുറയാണ് വളർന്നു വരുന്നത്. ഇതുപോലെയുള്ള ഞാൻ ഈ പറയുന്ന പോലെയുള്ള ഈ നിരൂപക വേഷധാരികൾ, ഈ വ്യാജ നിരൂപകർ, അവർ സൃഷ്ടിച്ചു വിടുന്ന നിരൂപണങ്ങൾ പിൻപറ്റുന്ന ഒരു തലമുറ. അപ്പൊ അവരിലേക്ക് ഇന്നും ഇതേപോലെ നമ്മൾ ഈ പറയുന്നതിനുള്ള സിനിമകളോ ഒന്നും എത്തുന്നില്ല. അത് അങ്ങേറ്റം പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അപ്പം ഈ സിനിമാ നിരൂപണം എന്ന് പറയുന്നത് മലയാളത്തിൽ ആ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന അതിനെ ഞാൻ പറയാം മൂല്യവത്തായ രീതിയിലുള്ള നിരൂപണങ്ങളെ കൊന്നുകഴിഞ്ഞു. അപ്പൊ അത് പുതിയ കാലത്ത് ഈ പറയുന്ന ഈ ആറാട്ടണ്ണന്മാരും കോക്കുകളും ഒക്കെ ചേർന്നുണ്ടാക്കുന്ന എന്തൊക്കെ ഇത് ആ സോഷ്യൽ മീഡിയയിൽ അതാണ് വേണ്ടത്. റിയൽ നിരൂപണം, സാഹിത്യത്തിന് ഞാൻ മുഖ്യമായിട്ട് പ്രവർത്തിക്കുന്ന സിനിമയേക്കാൾ സാഹിത്യം എന്ന് തന്നെയാണ് എന്റെ മുഖ്യ തട്ടം. അപ്പോൾ സാഹിത്യത്തിൽ ഞാൻ അങ്ങേറ്റം വളരെ ദയനീയമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം നിരൂപണത്തെ കൊന്നിട്ട് റിയൽ നിരൂപണങ്ങൾ 6-7 വയസ്സുള്ള കുട്ടികൾ വരെ നിരൂപണം നടത്തുകയാണ്, സാഹിത്യ നിരൂപണം നടത്തുക. അതിനൊക്കെയാണ് ലക്ഷക്കണക്കിന് വ്യൂവേഴ്സാണ്. അപ്പൊ ഇത്തരം റിയൽ നിരൂപണങ്ങൾ അത് അവര് ലോക സാഹിത്യം അവർക്കറിഞ്ഞുകൂടാ, മലയാള സാഹിത്യം അവർ വായിച്ചിട്ടില്ല, ഭാരതീയ സാഹിത്യവും വായിച്ചിട്ടില്ല. ഇവര് തീർത്തും അവരുടേതായ രീതിയിലുള്ള ചില വിഡ്ഢി സങ്കല്പങ്ങൾ വെച്ചുകൊണ്ട് അവരെന്തൊക്കെയോ ഈ റീനുകളിൽ ഇത്രേ ഉള്ളൂ, സ്വയം സുന്ദരമായി പ്രദർശിപ്പിക്കുക, ആംബിയൻസ് മനോഹരമായി പുലർത്തുക. അതാണ് ഈ റീലുകളിലെയും സോഷ്യൽ മീഡിയയിലെയും അതിലെ നിരൂപണത്തിന്റെ കാതലെന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള നിരൂപണങ്ങൾ ഈ സാഹിത്യത്തിലുള്ളതുപോലെ തന്നെ സിനിമയിലും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ ക്ലാസിക്സ് എന്ന് പറയുന്ന നമ്മുടെ രീതിയിലുള്ളൊരു സൗന്ദര്യ സങ്കല്പം, ക്ലാസിക് എന്ന് പറയുന്നത് അത് എക്കാലവും നിലനിൽക്കുന്നതെന്ന് തന്നെയാണ്. അത്തരത്തിലുള്ള മനുഷ്യ സമൂഹത്തിന്റെ സംസ്കാരത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള ആ ക്ലാസിക് സൗന്ദര്യ സങ്കല്പം പാടെ ഇല്ലാതാക്കുന്ന ഇത്തരത്തിലുള്ള ഒരു സൗന്ദര്യബോധം അല്ലെ ഭാവുകത്വം സിനിമാ നിരൂപണത്തിലും സംഭവിച്ചു കഴിഞ്ഞു.